മലപ്പുറം തിരൂരിൽ വീട്ടമ്മ മരിച്ചത് മരുന്ന് മാറി നൽകിയതിനെ തുടർന്നെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ചതാണ് മരണകാരണം എന്നാണ് ആരോപണം. തിരൂർ ആലത്തിയൂർ സ്വദേശി പെരുള്ളിപ്പറമ്പിൽ ആയിഷുമ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ഒരു ഗുളിക ഒരു മിർട്ടേജ് 7.5 ടാബ് ഒരു ഗുളികയാണ് സാറ് എഴുതിയത്. സാറ് അത് കറക്റ്റ് ഇതിലാണ് എഴുതിയത്. അത് അവർ കൊടുത്തത് നെക്സ്റ്റ് 7.5 ഒരു ഗുളികേൻ്റെ പ്രശ്നമുള്ളൂ. അത് ആഴ്ചയിൽ അതുള്ള രോഗികൾക്ക് വരെ ഈ ക്യാൻസർ വലിയ വലിയ അസുഖങ്ങളുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഗുളികയാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കേണ്ട ഗുളിക. അത് ഓൾറെഡി സാറ് 7 ദിവസത്തിന് എഴുതി മിർട്ടേജ്. അത് ഒരു ദിവസത്തിന്, അത് 7 ദിവസത്തിന് തന്നെ തന്നത്. അത് മെക്സ്റ്റേൻ തന്നത്. അത് കുടിച്ചതിന് ശേഷമാണ് ആഴ്ചയിൽ കൊടുക്കുന്നത്. അത് 5 ഗുളിക അമ്മ കുടിച്ചത്. അതിൻ്റെ 2 എന്താ ബാക്കിയോടെ നമ്മുടെ കയ്യിലുണ്ട്. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. സമീർ, എന്താണ് ബന്ധുക്കളുടെ ആരോപണം? സമീർ, ഉന്മേഷ്, ഈ തിരൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലിയുടെ ഭാര്യ ആയിഷുമ്മു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുടുംബം പറയുന്നത് തിരൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഈ ആയിഷുമ്മ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ എഴുതി നൽകിയ മരുന്നല്ല ഫാർമസിയിൽ നിന്ന് നൽകിയത്. ഇത് തിരിച്ചറിയാതെ 5 ദിവസത്തോളം ആയിഷുമ്മു ഈ മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇവർക്ക് വയറിനുമൊപ്പം തന്നെ വായക്കും അലർജി രൂപപ്പെടുകയും അതിന് പിന്നാലെ തിരൂരിലും പെരിന്തൽമണ്ണയിലും കോഴിക്കോടും വിവിധ ആശുപത്രികളിൽ ഇവരെ പരീക്ഷിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് മാറി നൽകിയതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി കുടുംബം ആരോഗ്യമന്ത്രിക്കും DMOക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് നിലവിലുള്ള നീക്കം. ഏതായാലും പോലീസ് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസും നടപടിയെടുക്കുകയാണ്. പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.